പതിനായിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരിലെ ഒരു വലിയ വിഭാഗം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാനീയമാണ് മദ്യം അഥവാ ആൽക്കഹോളിക് ബിവറേജസ്. പല നിറത്തിലും, ഫ്ലേവർ അല്ലെങ്കിൽ രുചിയിലും, വീര്യത്തിലും വിലയിലും ലഭ്യമായ മദ്യത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ഘടകം അത് എഥനോളാണ്. ഈ എഥനോൾ അഥവാ ആൽക്കഹോൾ ഉണ്ടാക്കുന്നത് പുളിപ്പിക്കൽ അഥവാ ഫെർമെന്റേഷൻ എന്ന പ്രക്രിയ വഴിയാണ്. ഈസ്റ്റ് പോലെയുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി പഴങ്ങളിലും ധാന്യങ്ങളിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ് എന്നീ പഞ്ചസാരകൾ ഫെർമെന്റേഷന് വിധേയമായി എഥനോളും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്നു. തെങ്ങിൻകള്ളിലും പനങ്കള്ളിലും ടെക്കീലയിലും വൈനിലും ബിയറിലും മറ്റ് വിഭാഗങ്ങളിൽപ്പെടുന്ന മദ്യങ്ങളിലും എല്ലാം ഉള്ളത് ഈ രീതിയിൽ ഉണ്ടായിട്ടുള്ള എഥനോളാണ്. പക്ഷേ ഓരോന്നിലും അടങ്ങിയിട്ടുള്ള എഥനോളിന്റെ അളവ് അഥവാ ശതമാന കണക്ക് വ്യത്യസ്തമായിരിക്കും. ഈ എഥനോളിന്റെ അളവിനനുസരിച്ച് മദ്യത്തിന്റെ വീര്യവും മാറും. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അഥവാ OH ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള ഒരു ഓർഗാനിക് സംയുക്തമാണ് എഥനോൾ. എന്നാണ് മനുഷ്യർ ആദ്യമായി മദ്യമുണ്ടാക്കി ഉപയോഗിച്ചു തുടങ്ങിയത് എന്നുള്ള ചോദ്യത്തിന്റെ കൃത്യമായൊരു ഉത്തരം കണ്ടെത്തുക പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗം മുതൽക്കാണ് മനുഷ്യർ മദ്യം സേവിച്ചു തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു. 4000 BC കാലഘട്ടത്തിൽ ഇന്നത്തെ ഇറാഖും കുവൈത്തും സിറിയയും ഉൾപ്പെടുന്ന മെസപ്പൊട്ടേമിയൻ പ്രദേശങ്ങളിൽ ബിയർ ഉണ്ടാക്കിയിരുന്നതായും ഉപയോഗിച്ചിരുന്നതായുമുള്ള രേഖകൾ ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. പ്രധാനമായും ബാർലി പോലെയുള്ള ധാന്യങ്ങൾ പുളിപ്പിച്ചാണ് ബിയർ ഉണ്ടാക്കുന്നത്. ഇത്തരത്തിൽ ധാന്യങ്ങൾ പുളിപ്പിച്ച് ബിയർ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഈസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഈസ്റ്റ് ഒരു ഫംഗസ് ആണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പ്രധാനമായും സക്കാരോമൈസസ് സെരുവീസിയെ, സക്കാരോമൈസസ് പാസ്റ്റോറിയാനസ് എന്നീ ഇനങ്ങളിൽപ്പെട്ട ഈസ്റ്റുകളെയാണ് ബിയർ നിർമ്മാണത്തിനായി ഉപയോഗിക്കാറുള്ളത്. ഫെർമെന്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഏതൊരു ആഹാര വിഭവത്തിലും പാനീയത്തിലും ഉള്ളതുപോലെ ആൽക്കഹോളിന് പുറമെ വൈറ്റമിൻ B അഥവാ റൈബോഫ്ലാവിൻ പോലെയുള്ള ചില ഘടകങ്ങളും ധാതുക്കളും ബിയറിലും അടങ്ങിയിട്ടുണ്ട്. മദ്യനിർമ്മാണശാലകളെ പൊതുവെ ബ്രൂവറി, ഡിസ്റ്റിലറി എന്നൊക്കെയാണ് വിളിക്കുന്നത്. 6000 BCക്കും 3000 BCക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ തുർക്കിയിലും ഈജിപ്തിലും ബ്രൂവറികൾ ഉണ്ടായിരുന്നത്രേ. ആദ്യമായി മദ്യം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് പുരാതന ഈജിപ്തിലാണ്. പുരാതന ഈജിപ്തിൽ സൈനികർ അമിതമായി മദ്യപിച്ചത് കാരണം ചില യുദ്ധങ്ങളിൽ ഫറവോമാർ പരാജയപ്പെടുകയുണ്ടായി. ഇത് കാരണം 2000 BC കാലഘട്ടത്തിൽ ചില ഫറവോമാർ തങ്ങളുടെ സൈനികർ മദ്യപിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 721 ADക്കും 815 ADക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ വാറ്റ് അഥവാ ആൽക്കഹോൾ ഡിസ്റ്റിലേഷൻ എന്ന പ്രക്രിയ കണ്ടെത്തിയത് അറേബ്യക്കാരനായ ജബരിബൻ ഹയ്യാൻ എന്ന വ്യക്തിയാണ്. ആൽക്കഹോൾ എന്ന വാക്കിന്റെ ജനനം അൽക്കേൾ എന്ന അറബിക് വാക്കിൽ നിന്നാണ്. ഒരു സൗന്ദര്യവർദ്ധക വസ്തു എന്നുള്ള നിലയിൽ കണ്ണെഴുതാനായി ഉപയോഗിച്ചിരുന്ന കറുത്ത ഒരുതരം പൊടിയെ വിളിച്ചിരുന്ന പേരാണ് ആൽക്കോൾ. പിന്നീട് എപ്പോഴോ അത് എഥനോളിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായി ഉരുത്തിരിയുകയായിരുന്നു. ഗ്രീസിൽ ചികിത്സയ്ക്കായി വൈൻ ഉപയോഗിച്ച് അതിന് അവിടെ അത്തരത്തിലൊരു പ്രചാരം നൽകിയത് അരിസ്റ്റോട്ടിലായിരുന്നു. മുറിവുകളെ ഉണക്കുന്നതിനും ഉദരരോഗങ്ങളുടെ ചികിത്സയ്ക്കായും ഒരു സെഡേറ്റീവ് എന്നുള്ള നിലയ്ക്കും വേദന സംഹാരി അഥവാ അനാൾജസിക്കായും ഒക്കെ വൈൻ ഉപയോഗിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കണ്ടെത്തി. ബൈബിളിലെ പുതിയ നിയമത്തിൽ നല്ല ശമരിയാക്കാരന്റെ ഉപമ അഥവാ ദ പാരബിൾ ഓഫ് ദ ഗുഡ് സമരിറ്റൻ എന്ന ഭാഗത്തിൽ വൈനും എണ്ണയും ഉപയോഗിച്ച് മുറിവിന് ചികിത്സിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഭാരതീയ പുരാണങ്ങളിലും മദ്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. കുടിയനായ കുരങ്ങച്ചൻ അഥവാ ഡ്രങ്കൺ മങ്കി എന്ന സിദ്ധാന്തത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മനുഷ്യർ എങ്ങനെയാണ് മദ്യത്തിന്റെ രുചി ആദ്യമായി അറിഞ്ഞിട്ടുണ്ടാവുക എന്ന് വിശദീകരിക്കുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണിത്. ഈ സിദ്ധാന്തത്തിൽ നല്ലതുപോലെ പഴുത്തു പാകമായ പഴവർഗ്ഗങ്ങളും നെക്ടർ അഥവാ പൂന്തേനും കഴിച്ചപ്പോഴാണ് മനുഷ്യർ ആദ്യമായി ആൽക്കഹോളിന്റെ രുചി അറിഞ്ഞതെന്നാണ് പറയുന്നത്. അതായത് ചില പഴവർഗ്ഗങ്ങൾ നല്ലതുപോലെ പഴുത്തു പാകമായാൽ അതിൽ പുളിക്കൽ പ്രക്രിയ നടന്ന് ചെറിയ തോതിൽ എഥനോൾ ഉണ്ടാകും. ഇത് രുചിച്ച മനുഷ്യർക്കാവട്ടെ ഇത്തരം ഫലങ്ങളോട് ഒരു പ്രത്യേക താല്പര്യം ഉടലെടുക്കും. അവരത് നിറച്ച് പറിച്ച് കഴിക്കുകയും പിന്നീട് ആ പഴവർഗ്ഗങ്ങൾ പുളിപ്പിച്ച് മദ്യമുണ്ടാക്കുകയും ചെയ്തത്രേ. പഴവർഗ്ഗങ്ങളിൽ അടങ്ങിയിട്ടുള്ള വിത്തുകളുടെ വിതരണത്തിന് സഹായിക്കുന്നത് മനുഷ്യരുൾപ്പെടെയുള്ള മൃഗങ്ങളും പക്ഷികളുമൊക്കെയാണ് അല്ലേ? അപ്പോൾ അവരെ പാട്ടിലാക്കിയാൽ അല്ലെങ്കിൽ ആകർഷിക്കാനായാൽ വിത്ത് വിതരണം നല്ല ഭംഗിയായി നടത്താനാകും. ഈ ഗൂഢോദ്ദേശത്തോടു കൂടിയാണ് സസ്യങ്ങൾ പഴവർഗ്ഗങ്ങളിൽ ചെറിയ തോതിൽ എഥനോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താ അല്ലേ? ആൽക്കഹോൾ കഴിക്കുമ്പോൾ മനുഷ്യരുടെ തലച്ചോറിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? മദ്യം തലച്ചോറിലെ ആശയവിനിമയത്തിന് സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെയും റിസപ്റ്ററുകളുടെയും എൻസൈമുകളുടെയും മറ്റ് പ്രധാനപ്പെട്ട തന്മാത്രകളുടെയും എല്ലാം പ്രവർത്തനത്തിൽ മാറ്റം വരുത്തുന്നു. ഇതുവഴി ദൈനംദിന പ്രവൃത്തികളും അതിനോട് അനുബന്ധിച്ചുള്ള കാഴ്ചയും കേൾവിയും വിവരങ്ങളുടെ കൈമാറ്റവുമൊക്കെ നടത്താനായി പ്രോഗ്രാം ചെയ്യപ്പെട്ട് വെച്ചിട്ടുള്ള തലച്ചോറിന്റെ സർക്യൂട്ടിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. തലച്ചോറിൽ ഇത്തരത്തിൽ ആശയവിനിമയത്തിന് സഹായിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഗ്ലൂട്ടാമേറ്റ് അമിനോ ആസിഡ്. ഗ്ലൂട്ടാമേറ്റ് തന്മാത്രകൾ ഗ്ലൂട്ടാമേറ്റ് റിസപ്റ്റർ എന്ന പാർട്ട്ണറുമായി കൂടിച്ചേർന്നാണ് തലച്ചോറിൽ പഠനം, ഓർമ്മ എന്നിവയ്ക്ക് ആവശ്യമായ വിവരങ്ങളുടെ കൈമാറ്റത്തിന് സഹായിക്കുന്നത്. മദ്യം ഗ്ലൂട്ടാമേറ്റ് റിസപ്റ്ററുകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും. മദ്യം കഴിക്കുന്നത് വഴിയും ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് വഴിയും തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അഥവാ നാഡീയ പ്രേക്ഷകത്തിന്റെ ഉൽപാദനം കൂടുന്നു. തലച്ചോറിൽ പ്ലഷർ അഥവാ സന്തോഷം, ശ്രദ്ധ, എവിടെന്നെങ്കിലും ഒരു സമ്മാനം കിട്ടിയാൽ ഉണ്ടാകുന്ന തരം ആനന്ദം അഥവാ റിവാർഡ്, മോട്ടിവേഷൻ, വികാരങ്ങൾ, ഒപ്പം ശരീരത്തിന്റെ ചലനം എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നയാളാണ് ഡോപ്പമിൻ. കള്ളു കുടിക്കുമ്പോൾ സന്തോഷം അനുഭവപ്പെടുന്നതിനും മറ്റുള്ള വികാരങ്ങൾ മാറി മറിയുന്നതിനും ഹൈപ്പർ ആക്റ്റീവായി മാറുന്നതിനും പിന്നിലുള്ള കാരണം ഇതാണ്.
ഇത്തരത്തിൽ നമ്മുടെ തലച്ചോറിൽ മനോനില അഥവാ മൂഡ്, വികാരങ്ങൾ, ഉറക്കം, വിശപ്പ് എന്നിങ്ങനെ എല്ലാം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സെറോട്ടോണിൻ. മദ്യം സെറോട്ടോണിന്റെയും പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കും. ഇവരെ കൂടാതെ ഗാബ, എ, ബി എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെയും ശരീരത്തിലെ പൊട്ടാസ്യം, കാൽഷ്യം പോലെയുള്ള അയോണുകളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന ചാനലുകളുടെയും ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ വിഭാഗത്തിൽപ്പെടുന്ന പ്രോട്ടീനുകളുടെയും മൈക്രോ ആർഎൻഎകളുടെയും എല്ലാം പ്രവർത്തനം മാറ്റിമറിക്കാൻ ആൽക്കഹോളിന് ആവും. നമ്മുടെ തലച്ചോറിനെയും കേന്ദ്രീയ നാഡീ വ്യവസ്ഥ അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയും രക്തത്തിനെയും വേർതിരിക്കുന്ന പാട പോലെയുള്ള ഒരു സ്ഥലം അഥവാ മെംബ്രെയിനാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. രക്തത്തിൽ നിന്നും തലച്ചോറിലേക്ക് പോകേണ്ടുന്ന ആവശ്യമുള്ള ഘടകങ്ങളെ മാത്രം കടത്തിവിടുകയും അങ്ങനെയല്ലാത്ത ഘടകങ്ങളെ തടയുകയും ചെയ്യുക എന്നുള്ളതാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയറിന്റെ ഡ്യൂട്ടി. സൂക്ഷ്മജീവികളെയും അനാവശ്യ രാസവസ്തുക്കളെയും ബ്രെയിനിലേക്ക് ഈ സ്ഥലം കടത്തിവിടില്ല. ആൽക്കഹോളിന് ബ്ലഡ് ബ്രെയിൻ ബാരിയറിന്റെ പ്രവർത്തനത്തിൽ ഇടങ്കോലിടാൻ സാധിക്കും. ഗർഭിണിയായൊരു സ്ത്രീ മദ്യപിക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗർഭസ്ഥ ശിശുവിനും ഉണ്ടാകാം. ഇതിനെ ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രം എന്ന് വിളിക്കുന്നു. പലരും ആകുലതകളും വിഷമങ്ങളും കുറയ്ക്കാനും സന്തോഷത്തോടെ ഇരിക്കാനുമാണ് മദ്യപിക്കുന്നത്. മനുഷ്യരുടെ വിശപ്പ്, ദാഹം, വികാരങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. മദ്യം ഹൈപ്പോതലാമസിലും അതോടൊപ്പം അമിഗ്ഡാല, ന്യൂക്ലിയസ് അക്യുംബൻസ്, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നിങ്ങനെയുള്ള തലച്ചോറിന്റെ ഭാഗങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അവിടുത്തെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെയും മറ്റ് ഘടകങ്ങളുടെയും പ്രവർത്തനത്തെ മാറ്റിമറിക്കുന്നു. ഇതുവഴി തൽക്കാലത്തേക്ക് ഒരു വ്യക്തിക്ക് ആശ്വാസം ലഭിച്ചെന്ന് വരാം. ഇത്തരത്തിൽ മദ്യത്തെ ആശ്രയിച്ച് ആശ്വാസം കണ്ടെത്തുന്നവർ വീണ്ടും വീണ്ടും ആൽക്കഹോളിന്റെ പുറകെ പോകുന്നു. ഇതിനെ റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. മദ്യം കഴിക്കുന്നത് കാരണം കരളിന് എന്താണ് സംഭവിക്കുന്നത്? കരളും മദ്യവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? മനുഷ്യരുടെ ശരീരത്തിലേക്ക് എത്തുന്ന മദ്യത്തിനെ ശരീരത്തിന് യാതൊരു ദോഷവും വരാത്ത രീതിയിൽ വിഘടിപ്പിക്കുന്നത് കരളാണ്. ഇത്തരത്തിൽ ശരീരത്തിലേക്ക് എത്തുന്ന ആൽക്കഹോളിനെ കരളിലുള്ള ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈം അസറ്റാൽഡിഹൈഡ് ആക്കി മാറ്റുന്നു. ഇത് ശരീരത്തിന് ദോഷകരമായ ഒരു രാസവസ്തുവാണ്. അതിനാൽ ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈം അസറ്റാൽഡിഹൈഡിനെ പെട്ടെന്ന് തന്നെ ഉപദ്രവകരമല്ലാത്ത അസറ്റിക് ആസിഡ് അഥവാ അസറ്റേറ്റ് ആക്കി മാറ്റുന്നു. ഈ അസറ്റേറ്റ് പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവുമായി മാറും. അമിതമായി ശരീരത്തിലേക്ക് എത്തുന്ന ആൽക്കഹോൾ ലിവറിന്റെ ഈ പ്രവർത്തനത്തിന്റെ താളം തെറ്റിക്കും. അതുവഴി ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയായ ഫാറ്റി ലിവർ അഥവാ സ്റ്റിയാറ്റോസിസ്, ഹെപ്പറ്റൈറ്റിസ്, ഫൈബ്രോസിസ് അഥവാ സിറോസിസ് എന്നീ കരൾ രോഗങ്ങൾക്ക് വഴിവെക്കും. ചിലപ്പോൾ ലിവർ ക്യാൻസർ വരെ ഉണ്ടായി എന്ന് വരാം. കരൾ രോഗങ്ങളെ കൂടാതെ ദഹനവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾക്കും ഹൃദ്രോഗങ്ങൾക്കും ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദത്തിനും അപസ്മാരം അഥവാ എപ്പിലെപ്സിക്കും എല്ലാം അമിതമായ മദ്യത്തിന്റെ ഉപയോഗം കാരണമാകുന്നു. ചിലർ മദ്യത്തിനോട് അഡിക്ഷൻ പ്രകടിപ്പിക്കാറുണ്ട്. ഒരു തരത്തിലും അത് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതിനെ ആൽക്കഹോൾ യൂസ് ഡിസോർഡർ അഥവാ AUD എന്ന് വിളിക്കുന്നു. ആൽക്കഹോളും എഥനോളും സ്പിരിറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ആൽക്കഹോൾ എന്നത് OH അഥവാ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകളുള്ള എഥനോൾ, മെഥനോൾ, ഐസോപ്രൊപ്പനോൾ പോലെയുള്ള ഒരു വിഭാഗം രാസവസ്തുക്കളെ പൊതുവായി വിളിക്കുന്ന പേരാണ്. അപ്പോൾ ഈ സ്പിരിറ്റ് എന്നാൽ എന്താണ്? എഥനോളിനെ വെച്ച് നോക്കുമ്പോൾ സ്പിരിറ്റ് എഥനോളിന്റെ അത്ര ശുദ്ധമല്ല. വിപണികളിൽ ലഭ്യമായിട്ടുള്ള സ്പിരിറ്റിൽ എഥനോളിനെ കൂടാതെ രുചിയും മണവും നിറവും കൊടുക്കുന്ന രാസവസ്തുക്കളും ഉണ്ടായിരിക്കും. സ്പിരിറ്റിൽ ഏകദേശം 40% എഥനോൾ അടങ്ങിയിരിക്കുന്നു. മദ്യമെന്നുള്ള നിലയ്ക്ക് അല്ലാതെ വാഹനങ്ങളിലെ ഇന്ധനമായും സൂക്ഷ്മജീവികളെയും രോഗാണുക്കളെയും നശിപ്പിക്കുന്ന ഒരു സ്റ്റെറിലൈസേഷൻ ഏജന്റ് എന്ന നിലയ്ക്കും എഥനോൾ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ചില ആരാധനാലയങ്ങളിൽ ഒരു പ്രസാദമെന്നുള്ള നിലയ്ക്കോ പൂജാ വസ്തു എന്നുള്ള നിലയ്ക്കോ മദ്യം ഉപയോഗിക്കാറുണ്ട്. എഥനോൾ പോലെ തന്നെയുള്ള മറ്റൊരു ആൽക്കഹോളാണ് മെഥനോൾ. പക്ഷേ എഥനോളിനേക്കാളും മെഥനോൾ വളരെ ഡേഞ്ചറസ് ആണ്. കാരണം മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്ന മെഥനോളിനെ കരൾ വിഘടിപ്പിച്ച് ഫോർമിക് ആസിഡും ഫോർമാൽഡിഹൈഡുമാക്കി മാറ്റുന്നു. ഇത് ശരീരത്തിന് വളരെ ദോഷകരമാണ്. മരണത്തിന് വരെ കാരണമായേക്കാം. ആൽക്കഹോളിനെ കുറിച്ചും അതിന്റെ ഉപയോഗത്തെക്കുറിച്ചും പലർക്കും പല തെറ്റിദ്ധാരണകളുമുണ്ട്. അതിലൊന്ന് ആൽക്കഹോൾ ഒരു വ്യക്തിയുടെ ഊർജ്ജത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളതാണ്. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ആൽക്കഹോൾ ഉപയോഗിച്ചതിന് ശേഷം ഏതാനും മണിക്കൂർ നേരത്തേക്ക് ഒരു വ്യക്തിക്ക് ഒരു ഊർജ്ജം അല്ലെങ്കിൽ ഉന്മേഷം അനുഭവപ്പെട്ടു എന്ന് വരാം. ശരീരത്തിലെ മദ്യമെല്ലാം വിഘടിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി ക്ഷീണിതനാവുകയും തളർന്നു പോവുകയും ചെയ്യും. 2. മദ്യത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരിക അത് ഉപയോഗിക്കുന്ന ആൾക്ക് മാത്രമാണ്. എന്നാൽ സത്യമതല്ല. മദ്യത്തിന്റെ ഉപയോഗം മൂലമുള്ള പ്രശ്നങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് അയാളുടെ കുടുംബത്തിലേക്കും തുടർന്ന് സമൂഹത്തിലേക്കും പടരാം. 3. ആൽക്കഹോൾ ആരോഗ്യത്തിന് നല്ലതാണ്. ചെറിയ അളവിൽ അത് കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. രക്തത്തിലെ ആൽക്കഹോളിന്റെ അളവിനെ ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ബാക്ക് എന്ന് വിളിക്കുന്നു. ഈ ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ 0.02 മുതൽ 0.04 എന്ന വളരെ കുറഞ്ഞ ശതമാനത്തിലാണെങ്കിൽ പോലും അത് ഓർമ്മയെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും ബാധിക്കും. മദ്യത്തിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലും അയാളുടെ ശാരീരിക ക്ഷമതകൾക്ക് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. മദ്യപിച്ചു കഴിഞ്ഞാൽ ചിലർ കൂടുതൽ സംസാരിക്കും. അതുകൊണ്ട് തന്നെ ചില സൽക്കാരങ്ങളിലും വിരുന്നുകളിലും ചർച്ചകളിലും മീറ്റിങ്ങുകളിലും മദ്യം ഒരു ഘടകമാണ്.